Hi everyone, welcome to today's social science class. അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ചേഞ്ചസ് റോഡ് ബൈ അയേൺ. അപ്പോൾ ഈ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ, ഇന്ത്യയുടെ മാപ്പ്. വിച്ച് ആർ ദ റിവേഴ്സ് മാർക്ക്ഡ് ഇൻ ദ ഗിവൺ മാപ്പ്. ഈ ഒരു മാപ്പിൽ ഏതൊക്കെ റിവേഴ്സ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഇവിടെ നോക്കൂ, ഇൻഡസ് ഉണ്ട്, പിന്നെ ജലം, ചെനാബ്, രവി, സത്ലജ്, ബീസ്, അല്ലെ, ഗംഗ. അപ്പൊ ഇത്രയും റിവേഴ്സ് ആണ് ഈ ഒരു മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. Which among these rivers flow through the northwest region? നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ, നോർത്ത് എന്ന് പറയുമ്പോൾ മുകളിലാണ് അല്ലെ, വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ. അപ്പോൾ നോർത്ത് വെസ്റ്റിൽ ഏതൊക്കെ റിവേഴ്സ് ആണ് ഉള്ളത്? ഇൻഡസ് ഉണ്ട്, പിന്നെ ജലം അല്ലെ, ഈ ഒരു ഏരിയയിൽ ജലം, ചെനാബ്, രവി, സാറ്റ്ലജ്, ബീസ്. അപ്പൊ ഇത്രയും റിവേഴ്സ് ആണ് ഈ ഒരു നോർത്ത് വെസ്റ്റ് റീജിയണിൽ ഉള്ള റിവേഴ്സ്. ഓക്കെ, അപ്പോൾ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. ഈ ഒരു ഡയറക്ഷനും കൂടി വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ റിവേഴ്സ് ആണ് നോർത്ത് വെസ്റ്റ് റീജിയണിൽ കിടക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത നോക്കൂ, ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഫ്ലോ ത്രൂ ദ നോർത്ത് വെസ്റ്റ് റീജിയൺ ഓഫ് ഇന്ത്യ. റിവർ ഇൻഡസ്, ഇൻഡസ് റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസും നോർത്ത് വെസ്റ്റ് റീജിയണിലാണ്, നോർത്ത് വെസ്റ്റ് റീജിയണിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഹാഡ് ഫ്ലറിഷ്ഡ് അലോങ് ദീസ് റിവർ ബേസിൻ. അപ്പൊ ഈ ഒരു റിവർ ബേസിനിൽ ഏത് സിവിലൈസേഷൻ ആണ് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് ഈ ഒരു റിവർ ബേസിനിൽ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത് റിവർ ബേസിനിലാണ്? ഇൻഡസും അതിന്റെ ട്രിബ്യൂട്ടറീസിൽ. ഓക്കെ, around 3500 years ago, a group of people, namely Aryas, migrated to this region. അപ്പോൾ 3500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറച്ച് ആളുകൾ, ഒരു കൂട്ടം ആളുകൾ, അവരെന്താ പേര്? ആര്യാസ് അല്ലെ, സോറി, ആര്യൻസ്. ഓക്കെ, ആര്യൻസ് മൈഗ്രേറ്റഡ് ടു ദിസ് റീജിയൻ. ആര്യൻസ് എന്ന് പറയുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈ ഒരു റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, വന്നു ചേർന്നു. ദി വേദാസ് പ്രൊവൈഡ് അസ് ഇൻഫർമേഷൻ അബൌട്ട് ദം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ആര്യൻസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്? വേദാസിലൂടെ, വേദങ്ങളിലൂടെയാണ് ഇവരെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ദി വേദാസ് ആർ കമ്പോസ്ഡ് ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. അപ്പൊ ഈ ഒരു വേദാസ് ഏത് ലാംഗ്വേജിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്, റിട്ടേൺ ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്? സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് ഈ ഒരു വേദാസ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. In the earlier period, the Vedas were passed orally from generation to generation. പണ്ട് കാലത്തൊക്കെ ഈ വേദാസ് ബുക്കിലൂടെ ഒന്നല്ല ഓരോ ജനറേഷൻ ടു ജനറേഷനിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണ്? ഓറലി ആയിരുന്നു, വാമൊഴി ആയിട്ടായിരുന്നു, പറഞ്ഞു കൊടുത്തിട്ടാണ് ഓരോ ജനറേഷൻ മുതൽ തലമുറകളായിട്ട് അങ്ങനെയാണ് കൈമാറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് വേദിക് പീരീഡ് എന്ന് നോക്കാം. The period during which the human life as depicted in the Vedas existed is known as Vedic period. ഈ വേദാസിൽ പറയുന്ന ഒരു ഹ്യൂമൻ ലൈഫ് ഉണ്ടല്ലോ, the period during which human life as depicted in the Vedas existed. വേദാസ് എക്സിസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഹ്യൂമൻ ലൈഫ് എങ്ങനെയായിരുന്നു, ആ ഒരു ഹ്യൂമൻ ലൈഫിനെ, ആ ഒരു പീരീഡിനെയാണ് എന്ത് പറയുന്നത്? വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാ പഠിക്കേണ്ടത്? ദ പീരിയഡ് ഡ്യൂറിങ് വിച്ച് ദ ഹ്യൂമൻ ലൈഫ് ആസ് ഡെപിക്റ്റഡ് ഇൻ ദ വേദാസ് എക്സിസ്റ്റഡ് ഈസ് നോൺ ആസ് വേദിക് പീരിയഡ്. വേദിക് പീരിയഡ് ആ ഒരു സമയത്ത്, വേദാസ് ഉണ്ടായ സമയത്ത് അവിടുത്തെ ജീവിതം, ഹ്യൂമൻ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു പീരിയഡിനെ പറയുന്ന പേരാണ് വേദിക് പീരിയഡ്. Name the group of people who were migrated to the Indus Valley region around 3500 years ago. ഏത് ഗ്രൂപ്പ് ആയിരുന്നു? ആര്യൻസ് അല്ലെ, ആര്യൻസ് ആയിരുന്നു ഈ ഒരു ഗ്രൂപ്പ്. 3500 ഇയേഴ്സിന് മുമ്പ് അല്ലെ, മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ഇൻഡസ് വാലി റീജിയണിൽ വന്നിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ പറയുന്ന പേരെന്താണ്? ആര്യൻസ്. From which sources we got the information about Aryans? ആര്യൻസിനെ കുറിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അറിവ് കിട്ടിയത്? വേദാസിലൂടെ അല്ലെ, വേദാസ്. That period is known as Vedic period. That period എന്ന് പറയുമ്പോൾ the period where വേദാസ് അല്ലെ, വേദാസ്
അല്ലെങ്കിൽ information about Aryans, the period is known as Vedic period. Okay. ഇനി നോക്കൂ, look at the following chart that sheds light on the Vedic period. Vedic period എങ്ങനെയായിരുന്നു? 1500 to 600 BC. 1500 to 600 BC യിലായിരുന്നു Vedic period. വേദിക് പീരീഡിനെ രണ്ട് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ്? ഋഗ്വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും. ഋഗ്വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡ്. ഋഗ്വേദിക് പീരീഡ് എന്ന് പറഞ്ഞാൽ 1500 to 1000 BC. ഇവിടെ നോക്കൂ, 1500 to 600 BC ആണ് കേട്ടോ. പക്ഷേ എന്താണ് സംഭവം? ഈ ഒരു 1000 BC കഴിഞ്ഞിട്ടാണ് പിന്നെ 600 BC എന്ന് പറയുന്നത്. ഓക്കെ, 1500 മുതൽ 0 വരെ. ഓക്കെ, 1500 മുതൽ 1000 BC വരെയാണ് ഋഗ്വേദിക് പീരീഡ്. പക്ഷെ ലേറ്റർ വേദിക് പീരീഡ് നോക്കൂ, 1000 മുതൽ 600 BC വരെയാണ് എന്ത്? ലേറ്റർ വേദിക് പീരീഡ്. അപ്പൊ ഈ ഋഗ്വേദിക് പീരീഡിൽ ഉണ്ടായിരുന്ന ബുക്കിന് പറയുന്ന പേരെന്താണ്? ഋഗ്വേദ. ഓക്കെ, ലേറ്റർ വേദിക് പീരീഡിനെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സാമവേദ, അഥർവവേദ ആൻഡ് യജുർവേദ. സാമവേദ, യജുർവേദ, അഥർവവേദ. അപ്പൊ 3 ടൈപ്പായിട്ട് 3 വേദാസ് ലേറ്റർ വേദിക് പീരീഡിലുണ്ട്. ഋഗ്വേദിക് പീരീഡിൽ ഒരു വേദേ ഉള്ളൂ. ഏതാണ്? ഋഗ്വേദ. അടുത്ത നോക്കാം, വാട്ട് ഇൻഫർമേഷൻ ഡു യു ഒബ്റ്റെയിൻ ഫ്രം ദ ചാർട്ട്. ഈ ചാർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷൻ എന്തൊക്കെയാണ് കിട്ടുന്നത്? യെസ്, ദ പീരീഡ് ബിറ്റ്വീൻ 1500 BC ആൻഡ് 600 BC ഈസ് നോൺ ആസ് വേദിക് പീരീഡ്. നമുക്ക് വേദിക് പീരീഡ് ഏത് പീരീഡ് ഒക്കെയാണെന്ന് മനസ്സിലായി അല്ലേ? എങ്ങനെയാണ്? 1500 മുതൽ 600 BC വരെയാണ് വേദിക് പീരീഡ്. അടുത്തതോ, വേദിക് പീരീഡ് ഈസ് ഡിവൈഡഡ് ഇൻടു ഋഗ്വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. 2 പീരീഡ് ആയിട്ട് വേദിക് പീരീഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അടുത്തതോ, ഋഗ്വേദ ഈസ് ഏർലിയസ്റ്റ് എമംഗ് ദ വേദാസ്. ഋഗ്വേദയാണ് വേദങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഓൾഡസ്റ്റ് അല്ലെങ്കിൽ ഏർലിയസ്റ്റ്. ആദ്യം ഉണ്ടായ വേദം ഏതാണ്? ഋഗ്വേദ. The period of human life described in the Rig Veda is known as Rigvedic period. അപ്പോൾ ഋഗ്വേദത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഹ്യൂമൻ ലൈഫിന്റെ പീരീഡിനെയാണ് ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, the period between 1500 BC and 1000 BC is known as Rigvedic period. അല്ലേ? ഋഗ്വേദിക് പീരീഡ് എന്താണെന്ന് പഠിച്ചു. ഏത് വർഷം മുതൽ? 1500 BC മുതൽ 1000 BC വരെയാണ് ഋഗ്വേദിക് പീരീഡ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആ ഒരു മാപ്പ് ഫ്ലോ ചാർട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അടുത്ത നോക്കൂ, ദ പീരീഡ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ ഈസ് നോൺ ആസ് ലേറ്റർ വേദിക് പീരീഡ്. അപ്പൊ ലേറ്റർ വേദിക് പീരീഡ് എന്താണെന്ന് പഠിച്ചു. എന്താണ്? സാമവേദത്തിലും യജുർവേദത്തിലും അഥർവവേദത്തിലൊക്കെ പറയപ്പെട്ടിട്ടുള്ള, ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള, വർണ്ണിച്ചിട്ടുള്ള പീരീഡിനെ, ആ ഒരു ഹ്യൂമൻ ലൈഫിന്റെ പീരീഡിനെയാണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. The period between 1000 BC and 600 BC is known as later Vedic period. The period between 1000 BC and 600 BC. 1000 BC 600 BCയുടെയും ഇടയിലുള്ള പീരീഡിനെയാണ് ലേറ്റർ വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത് അല്ലേ? പീരീഡ് ബിറ്റ്വീൻ 1000 BCയും 600 BCയും എന്താണ് പറയുന്നത്? ലേറ്റർ വേദിക് പീരീഡ്. അടുത്തത് ഋഗ്വേദിക് പീരീഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? കന്നുകാലികൾക്കായി യുദ്ധം നടന്നു. കന്നുകാലികൾക്കായിട്ട് യുദ്ധം നടന്നു അല്ലെ? കന്നുകാലികൾക്കായിട്ട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെന്താണ്? ചെമ്പ് കൊണ്ടും വെങ്കലങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. പിന്നെന്താണ്? പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലാണ്. പ്രധാന തൊഴിൽ എന്തായിരുന്നു? കന്നുകാലി വളർത്തലായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഋഗ്വേദിക് പീരീഡിൽ നിന്നുള്ള ചിത്രങ്ങളൊക്കെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. അടുത്തത് ഹ്യൂമൻ ലൈഫ് ഓഫ് ഋഗ്വേദിക് പീരീഡ് എന്തൊക്കെയാണ്? കണ്ടോ? കന്നുകാലി വളർത്തല്. പിന്നെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? കണ്ടോ? ഈ ഒരു ഹട്ടിലൊക്കെയാണ് അല്ലെ ജീവിച്ചിരുന്നത്. ഹട്ട് എന്ന് പറഞ്ഞാൽ കൂരകൾ അല്ലെ? ചെറിയ ചെറിയ പുല്ലുകൊണ്ട് മേഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ഹട്ടുകളിലൊക്കെയാണ്. പിന്നെ ഇതാ ഗ്രേ വെയർ. അപ്പൊ ഇതൊക്കെ ഈ ഒരു ചിത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഹ്യൂമൻ ലൈഫ്, ഇവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി.
ഫീച്ചേഴ്സ് ഓഫ് റിഗ്വേദിക് പീരീഡ്. എന്തൊക്കെയാണ് റിഗ്വേദിക് പീരീഡിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഡ്യൂറിംഗ് ദ റിഗ്വേദിക് പീരീഡ് കാറ്റിൽ വെർ കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് വെൽത്ത്. റിഗ്വേദിക് പീരീഡിൽ കാറ്റിലായിരുന്നു അല്ലെ, കാറ്റിൽ വെർ കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് വെൽത്ത്. കാറ്റിൽസ് ആയിരുന്നു സ്വത്ത്, ഇമ്പോർട്ടൻറ്റ് ഫോം. നമ്മളിപ്പോൾ പൈസ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലേ, അതൊക്കെയാണ്, അല്ലെങ്കിൽ വലിയ വീട് ഒക്കെയാണ് വെൽത്ത് ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ആ സമയത്ത് കാറ്റിൽ, കന്നുകാലികളായിരുന്നു സ്വത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോം എന്ന് പറയുന്നത്. സ്വത്തുണ്ട് എന്ന് അറിയുന്നത് അവിടെ എത്ര കാറ്റിൽസ് ഉണ്ട് എന്ന് അനുസരിച്ചിരിക്കും. ഓക്കെ, എത്ര പണക്കാരനാണ് എന്നുള്ളത് എങ്ങനെ കണക്കാക്കുക, എത്രത്തോളം അവിടെ കന്നുകാലികളുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ദ മെയിൻ ഒക്യുപ്പേഷൻ വെർ കാറ്റിൽ റിയറിംഗ് ആൻഡ് അഗ്രികൾച്ചർ. കാറ്റിൽ റിയറിംഗും അഗ്രികൾച്ചറുമായിരുന്നു അവിടുത്തെ മെയിൻ ഒക്യുപ്പേഷൻ അല്ലെ. ഒക്യുപ്പേഷൻ ആയിരുന്നു എന്ത്, കാറ്റിൽ റിയറിംഗും അഗ്രികൾച്ചറും. ദ മെയിൻ ക്രോപ്പ് വാസ് ബാർലി. അവിടുത്തെ മെയിൻ ക്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ബാർലി ആണ് അല്ലെ. ബാർലി ആണ് അവിടുത്തെ മെയിൻ ക്രോപ്പ്. ദ ഗ്രൂപ്പ്സ് ഓഫ് ആര്യൻസ് ഹു റിയർഡ് കാറ്റിൽസ് വെർ നോൺ ആസ് ട്രൈബ്സ്. ഗ്രൂപ്പ്സ് ഓഫ് ആര്യൻസ്, ആര്യൻസ് ഉള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവര് കാറ്റിൽസിനെ വളർത്തുന്ന ആ ഒരു ഗ്രൂപ്പിനെ എന്താണ് പറയുന്നത്, ഗ്രൂപ്പ്സ് ഓഫ് ആര്യൻസ് ഹു റിയർ കാറ്റിൽ വെർ നോൺ ആസ് ട്രൈബ്സ്. ആ കന്നുകാലികളെ വളർത്തിയിരുന്ന ആ ഒരു ആര്യൻസിനെ പറയുന്നത് ട്രൈബ്സ് എന്നായിരുന്നു. The chieftain of each tribe was known as Rajan. Okay. അപ്പോൾ chieftain, അവിടെ ആ ഒരു ഓരോ ട്രൈബിന്റെയും ചീഫ് എന്ന് പറയുന്നത് എന്താണ്, രാജനായിരുന്നു. The tribes fought each other for the possession of cattle. അവിടുത്തെ ആ ഒരു ട്രൈബ്സ്, ഗ്രൂപ്പ് ഓഫ് ആര്യൻസ്, അവർ നോക്കുന്ന ഒരു കാറ്റിൽസിനെ വളർത്തുന്ന അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാറ്റിൽസിന്റെ പൊസഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അവകാശത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുമായിരുന്നു. There were battles among different Aryan tribes as well as between the Aryans and non-Aryans. അവിടെ അവർ തമ്മിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ബാറ്റിൽസ്, യുദ്ധങ്ങൾ നടക്കുമായിരുന്നു. ആര്യൻ ട്രൈബ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ബാറ്റിൽസ് അല്ലെ, നല്ല യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ആര്യൻസും നോൺ ആര്യൻസും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് റിഗ്വേദിക് പീരീഡിന്റെ ഫീച്ചേഴ്സ്. ഇനിയുണ്ട്. The Aryans possessed horses and weapons made of copper and bronze. With the advantage of these, they conquered the non-Aryans. അതായത് ആര്യൻസ് കന്നുകാലികളെ മാത്രമല്ല ഹോഴ്സസിനെയും അവർ കൈവശപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ വെപ്പൺസ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് ബ്രോൺസ്, കോപ്പർ കൊണ്ടും ബ്രോൺസ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ആയുധങ്ങൾ വരെ ആര്യൻസിന്റെ കൈവശമുണ്ടായിരുന്നു. With the advantage of these, they conquered the non-Aryans. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അവര് നോൺ ആര്യൻസിനെ ഡിഫീറ്റ് ചെയ്തു. The subjugated people were known as dasas or dasyus. അതായത് അവർ കീഴടക്കിയ ആ ഒരു പീപ്പിൾ ഉണ്ടല്ലോ, അവരിനെ പറയുന്നതാണ് ദാസാസ് ഓർ ദാസ്യൂസ്. ആര്യൻസ് ക്യാപ്ചേർഡ് ദി കാറ്റിൽ ഓഫ് ഡിഫീറ്റഡ് നോൺ ആര്യൻസ്. ഈ ഒരു നോൺ ഡിഫീറ്റഡ് ആര്യൻസ് ഉണ്ടല്ലോ, അതായത് ഡിഫീറ്റഡ് നോൺ ആര്യൻസ്, ആര്യൻസ് അല്ലാത്ത ആളുകളെ ഇവർ യുദ്ധത്തിൽ കീഴടക്കിയവരെ അവരുടെ കാറ്റിൽസ് ഒക്കെ ഇവര് എന്ത് ചെയ്തു, ഡിഫീറ്റ് ചെയ്തു. ഒക്കെ അവരൊക്കെ പിടിച്ചെടുത്തു. ഡ്യൂറിംഗ് ദ റിഗ്വേദിക് പീരിയഡ് പീപ്പിൾ വർഷിപ്പ് ദ ഗോഡ്സ് ലൈക്ക് ഇന്ദ്ര, വരുണ, അഗ്നി, ഗോഡസസ് സച്ച് ആസ് അദിതി ആൻഡ് ഉഷസ്. അതായത് ഈ ഒരു റിഗ്വേദിക് പീരീഡിൽ പീപ്പിൾ ആരിനൊക്കെയാണ് വർഷിപ്പ് ചെയ്തിരുന്നത്, ഇന്ദ്ര, വരുണ, അഗ്നി, അതുപോലെ തന്നെ ഗോഡസസ് സച്ച് ആസ് അദിതി ആൻഡ് ഉഷസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഗോഡും ഗോഡസസും. അടുത്ത നോക്കാം. ദി പോട്ടറി യൂസ്ഡ് ഇൻ ദിസ് പീരീഡ് വാസ് ഗ്രേ ഇൻ കളർ. അവർ ഉപയോഗിച്ചിരുന്ന ആ ഒരു പോട്ടറിക്ക് എന്തായിരുന്നു കളറ്, ഗ്രേ അല്ലെ. അപ്പോൾ ആൻഡ് വാസ് നോൺ ആസ് ഗ്രേ വെയർ. അപ്പൊ നേരത്തെ നമ്മൾ ചിത്രത്തിൽ കണ്ടില്ല, അതാണ് ഗ്രേ വെയർ. ഓക്കെ,
ഗ്രേ കളറിലുള്ള പോട്ടറി ആയിരുന്നു ഇവർ യൂസ് ചെയ്തിരുന്നത്. അതിനെ പറയുന്ന പേരാണ് ഗ്രേ വെയർ. ഓക്കെ, അപ്പോൾ ഇതിലൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. കമ്പയർ ദ സോഷ്യൽ ലൈഫ് ഓഫ് ദി റിഗ്വേദിക് പീരീഡ് വിത്ത് ദാറ്റ് ഓഫ് ദി ഹാരപ്പ ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ്. ഹാരപ്പൻ സിവിലൈസേഷന്റെ ടൂൾസ്, മേജർ ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ അതർ ഒക്യുപ്പേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ വെച്ചിട്ട് റിഗ്വേദിക് പീരീഡിന്റെ ടൂൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ മേജർ ഒക്യുപ്പേഷൻ എന്തായിരുന്നു? കാറ്റൽ റിയറിങ്. പിന്നെ വേറെ എന്തൊക്കെ ഒക്യുപ്പേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ഇവിടെ എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.